ഞങ്ങളെ അതായത് ഈ റോസമ്മ എന്ന് പറഞ്ഞ ആള് ചേർത്തലയാണ് റോസമ്മയുടെ വീട്. അതായത് കുര്യാക്കോസ് സാറിനെ കല്യാണം കഴിച്ചിട്ട് ഇവിടെ 3 വർഷക്കാലം ഉണ്ടായിരുന്നു. ഇവിടെ താമസമില്ലായിരുന്നു, വന്ന് പൊക്കോണ്ടാണ് ഇരുന്നത്. ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്, പോയില്ല, ഞങ്ങൾക്ക് വന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിച്ച് കണ്ടിട്ടുണ്ടോന്ന് അറിയാനായിട്ടാ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അല്ലേ ചേച്ചി ഇവിടെ താമസിച്ചോണ്ടിരുന്നേ? ഇവിടെ ആൾക്കാർ, വേറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ആ മുറി കുര്യാക്കോസ് സാറിന്റെ ആയിരുന്നോ? ആരാ വാടക എടുത്തത്? അറിയത്തില്ല. ഇവരിവിടെ അവിടെ മുറിയിൽ പേപ്പറൊക്കെ കൊണ്ട് വിതരണം ചെയ്യണുണ്ടായിരുന്നു. മുറി അവിടെ ഉണ്ടായിരുന്നു. ആരാ താമസിക്കുന്നുണ്ടോ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നത്. അവരോട് ചോദിച്ചാലേ അറിയാം. അവിടെ ആ പുള്ളിക്കാരി ചോദിച്ചാൽ അറിയാം. താമസം ഉണ്ടായിരുന്നു. ആ ചേച്ചി അങ്ങോട്ട് പറഞ്ഞു വിട്ടെ. ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ, അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു പറഞ്ഞു. അത് കാരണമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. റോസമ്മേനെ കണ്ടിട്ടുണ്ടോ ചേട്ടന്? കണ്ടിട്ടുണ്ട്. ചേട്ടൻ എന്ന് പറയട്ടെ. ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഒന്നും പറയല. ചേച്ചി പറഞ്ഞു ഒരിക്കലും ചേട്ടൻ പറയല. ചേട്ടൻ പറയുവാണെങ്കിൽ ചേട്ടാ ഈ കുഴപ്പമില്ല. ചേട്ടാ ഈ റോസമ്മ ചേച്ചിനെ കണ്ടിട്ടുണ്ടോ? കാണാതിരിക്കും. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ആളല്ലേ, ഇവിടെ അതല്ലേ? എത്ര നാളുണ്ടായിരുന്നു ഇവിടെ? അത് ചോദിച്ചാൽ കുറെ നാൾ പേപ്പറിന്റെ പരിപാടി നടത്തി ഇവിടെ. റോസമ്മയാണ് നടത്തിയേ? അതെ, പുള്ളിക്കാരത്തിൽ കെറോപ്പിലാണ് നടത്തിയത്. പുള്ളിക്കാരത്തി അവസാനം പേപ്പർ വിതരണം ചെയ്യാൻ ആളില്ലാതെ വന്ന് ഈ സാധനം മുഴുവൻ കെട്ടായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് കുറേയൊക്കെ എനിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ട്. വേസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു? വേസ്റ്റ് പേപ്പറായിട്ട് വന്നു. ഓക്കെ. അത്ര കാര്യം എനിക്കറിയാം. ഈ നാട്ടിലെ ഉടനീളം ഒരു 1000-ഓളം പേപ്പർ ഈ കുര്യാക്കോസ് സാറ് വിതരണം ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞേ. പുള്ളി പല ഏജൻസി ഉണ്ടാവും, പല മാസികകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ ഞങ്ങൾ അന്വേഷിച്ചപ്പം ഞങ്ങൾ സാധാരണ രീതി സംസാരിക്കുന്നതാണ്. ഈ നാട്ടിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാസം കൂടുമ്പോൾ, ചിലപ്പോൾ 5 മാസം കൂടുമ്പോൾ, ചിലപ്പോൾ 1 വർഷം കൂടുമ്പോൾ, 2 വർഷം കൂടുമ്പോൾ ഒക്കെയാണ് ഈ സാറ് എമൗണ്ട്. സാറിന് എല്ലാവരും വിശ്വാസം. സാറിന് പൈസ കിട്ടിയാലാത്ത ആൾക്കാരെ സാറ് പെട്ടെന്ന് പൈസ മേടിക്കും. വിശ്വാസമുള്ള ആൾക്കാരെ കുറച്ച് വൈകിയാണെങ്കിലും 1 വർഷം കഴിഞ്ഞാണെങ്കിലും ചിലപ്പോൾ 1 വർഷം കൂടുമ്പോൾ ആയിരിക്കും കണക്ക് തീർക്കുന്നത്. എനിക്ക് ഞാൻ പേപ്പർ മേടിക്കുമായിരുന്നു, ഞാൻ അതിന് പൈസ അന്നേരം കൊടുക്കുമായിരുന്നു. പക്ഷെ എനിക്ക് മറ്റുള്ളവരെങ്ങനെ പറയണം, നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ചേട്ടാ ഈ ഇവിടെ എടുത്ത ഒരു ഏജന്റ് ഈ കുര്യാക്കോസ് സാറിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 1-2 പേരുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് ഒന്ന് കിട്ടുമോ? അവരുടെ വീട്ടിൽ നിന്ന് പോകാനായിരുന്നു ഞങ്ങൾക്ക്. മരിച്ചു പോയോ? പിന്നെ ഇതെങ്ങനെ പുള്ളി മരിച്ചു പോയി? എങ്ങനെയാ ഈ പുള്ളി എന്തോ പെട്ടെന്ന് അസുഖം. പുള്ളി മേശപ്പടിയൊക്കെ ആയിരുന്നു. അങ്ങനെ നടന്നു, അങ്ങനെ പുള്ളി മരിച്ച. പുള്ളി മറ്റേ വേറെ അന്നേരം വേറെ എന്തോന്നുമില്ല പുള്ളിക്ക്. അല്ല ഇവിടെ ഈ 2 മാസക്കാലം റോസം ഇവിടെ താമസിച്ചപ്പോൾ അവരൊക്കെ ആയിട്ട് കമ്പനി ആയി കാണുമല്ലോ? ഇല്ല, അന്നേരം പുള്ളി വിതരണം ഇല്ല. റോസമ്മയുടെ പേപ്പറല്ല, സാറിന് ആർന്നപ്പോഴായിരുന്നു പുള്ളി. അതല്ലേ? ഓക്കെ. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചായിരുന്നു. ആരോടെ പഠിച്ചേ? ഡ്രൈവിംഗ് പഠിപ്പിച്ച ആരായിരുന്നു? അതെ. ഇത്രയും കാര്യങ്ങളും കിട്ടിയാൽ മതി ചേട്ടാ, ഞങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങളായി. ആരെ? റോസമ്മനെ. എങ്ങനെയാ മനസ്സിലായില്ല? ഈ റോസമ്മനെ അവിടെ ആരോ പിള്ളേർ സ്കൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് അറിയാറ്റായിരുന്നു വണ്ടി ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു. അവിടെ പഠിപ്പിക്കുന്നത് അപ്പൊ ഈ കുര്യാക്കോസ് മരിച്ചു കഴിഞ്ഞിട്ടാണോ ഈ റോസമ്മ? പുള്ളിക്കാരത്തിയാണ്. അതിനുശേഷം പുള്ളിക്കാരത്തി പേപ്പറിന്റെ ഏജൻസി പുള്ളിക്കാരത്തി ഏറ്റെടുക്കുകയല്ലേ ചെയ്തു. ഏറ്റെടുത്തു. പുള്ളിക്കാരത്തി പേപ്പർ കൊടുക്കാൻ പോകുന്നുണ്ടായിരുന്നോ? ഇല്ല, വേറെ പണിക്കാരാരണ്ടൊക്കെ ആയിരുന്നു. അത് കുറെ ഒക്കെ കൂട്ടിയോട് വെച്ചോ പോയി. സെയിൽ കൊടുക്കാറില്ല ഏജൻസി. എന്നിട്ട് ഓഫീസിൽ നിന്ന് മൊത്തമായിട്ട് വന്ന് പിന്നെ കട്ടി അങ്ങനെയൊക്കെ എന്തൊക്കെയാണോ ഇവിടെ ബണ്ടിലായിട്ട് ഇവിടെ ഇറക്കി വെച്ചേക്കും. അപ്പൊ ഇവിടുന്ന് സ്കൂട്ടർ പഠിച്ചിട്ടാണോ റോസമ്മ പോയത്? അതല്ലേ? ഈ വഴിയാണോ സ്കൂട്ടർ ഓടിച്ചു? അതല്ലേ? എത്ര നാൾ പഠിച്ചു വഴിയില്ലേ? പേപ്പർ അവർ കുറെ അധികം ആക്രിയായിട്ട് തൂക്കി തന്നിട്ടുണ്ട്. അതല്ലേ? എത്ര കിലോ പേപ്പർ തന്നിട്ടുണ്ട് ആക്രിയായിട്ട്? കൃത്യമായിട്ട് അറിയില്ല, എന്നാലും 100 കിലോയിലൊക്കെ മുകളിൽ വരും. തൂക്കി വെച്ചാർന്നിട്ട് ഇവിടെ തൂക്കി തന്നിട്ടുണ്ട്. 100 കിലോ പേപ്പർ? 100ഒന്നും അല്ല. മാസിക ഉണ്ടായിരുന്ന കൂടെ സെയില് അതൊക്കെ കാണും. അതല്ലേ? പുള്ളിക്കാരത്തിക്ക് തന്നെ ഇത് കിട്ടിയത് ലാഭം അത്ര തന്നെ. ഇവിടെ മുറിയിൽ ഇറക്കി വെച്ചപ്പോൾ എന്നിട്ട് അവിടെ
എത്ര നാളായി ആക്രിയുടെ കച്ചവടം തുടങ്ങിയിട്ട്? കുറച്ചാളൊന്നും അവിടെ കിടന്നാർന്ന എനിക്ക് തോന്നുന്നത് അവിടെ അതല്ലേ മുറിയില് കിടന്നുണ്ടാർന്നാണ് അതാ പുള്ളിക്കാരി ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയും. ഞങ്ങളെ ഓർക്കണില്ല. എത്ര നാളായില്ലേ? ഒരു 10 വർഷം 5 വർഷം അടുത്തായില്ല തീർച്ചയായിട്ടും ഇവിടുന്ന് പോയിട്ടോ. നമുക്ക് ഓർമ്മയില്ല. ഞാൻ ഈ പരിപാടി കൊണ്ട് 10-40 ഇവിടെ ഈ തോട്ടിൽ വന്ന് അലക്കാനൊക്കെ വരാറുണ്ട് പുള്ളിക്കാരി. ഞങ്ങളൊക്കെ അലക്കുമ്പോൾ ഇവിടെ വന്ന് അലക്കി കുളിക്കാൻ വരാറുണ്ട് ഈ തോട്ടില്, ഈ മാർഗ തോട്ടില്. ഇവിടെ ഈ പുള്ളിക്കാരത്തി തന്നെയാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? തന്നെ പേടിയൊന്നും ഇല്ലേ പുള്ളിക്കാരത്തി അങ്ങനെ താമസിക്കാനായിട്ട്? തൊട്ടടുത്ത് ആൾക്കാരുണ്ടല്ലോ, തൊട്ടിയായിരുന്നുണ്ട്. പുതിയ വീട് പണിയെടുത്തായിരുന്നു അവര് താമസം. അതല്ലേ, പേടിയുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാമല്ലോ. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ഇനിയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ആക്സിഡൻറ്റ് പെട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ വന്ന് ആണുങ്ങളെ സംബന്ധിച്ചിപ്പം 10-60 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളതിനൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെടുത്തി കളയുള്ളൂ. ബാലരമ, അതുപോലെ മംഗളം, വനിത, അങ്ങനെ മാസികകളും പേപ്പറൊക്കെ ആയിട്ട് 1000 വരിക്കാരുണ്ടായിരുന്നു സാറിന്. അപ്പോൾ സാറിൻ്റെ മരണശേഷം ഈ എമൗണ്ട് കളക്ട് ചെയ്യാനായിട്ടാണ് റോസമ്മ ഈ കാണുന്ന, നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്ന ഈ മുറിയിൽ വാടകയ്ക്ക് താമസിച്ച് ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ 1000-ഓളം വീടുകളിൽ കൂടെ ഈ റോസമ്മ സഞ്ചരിച്ച് അവരുമായിട്ട് പരിചയം പുതുക്കി അവരിൽ നിന്നെല്ലാം എമൗണ്ട് കളക്ട് ചെയ്തുകൊണ്ടാണ് റോസമ്മ ചേർത്തലയ്ക്ക് പോയ റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. റോസമ്മ ഈ വഴിയിൽ കൂടിയാണ് സ്കൂട്ടർ ഓടിച്ച് റോസമ്മ പഠിച്ചത്. ഇവിടെ തൊട്ടടുത്തുള്ളൊരു പയ്യനാണ് റോസമ്മേനെ പ്രാഞ്ചാന്, അതായത് വണ്ടി ഓടിക്കാനായിട്ട് പഠിപ്പിച്ച എന്നൊരു വാർത്തയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. തൊട്ട് മുന്നിൽ കാണുന്നൊരു ആക്രിക്കടയുണ്ട്. 100 കിലോ പേപ്പർ എടുത്ത് ആക്രിക്കടയിൽ റോസമ്മ മാസികകളും അതുപോലെ തന്നെ പേപ്പറും ഒക്കെ ആയിട്ട് തൂക്കിക്കൊടുത്തു എന്നൊരു റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. കുര്യാക്കോസ് സാറിൻ്റെ ഏജൻസി മറിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോയത് എന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഏജൻസി മറിച്ചു കൊടുത്ത വകയിലും റോസമ്മയ്ക്ക് നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന റൂമിലാണ് റോസമ്മ താമസിച്ചിരുന്നത്. ഇവിടെ സ്കൂട്ടർ ഇരിപ്പുണ്ട്, അതിന് തൊട്ടടുത്തുള്ള റൂമിൽ ആ തുരുമ്പ് പിടിച്ച ആ ഷട്ടറിൽ അവിടെയാണ് റോസമ്മ വാടകയ്ക്ക് താമസിച്ചതെന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്.